മുന്നിൽ വരുന്ന അവസരങ്ങൾ ഒരിക്കൽ പോലും പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമസ്കാരം. പലപ്പോഴും 35 വയസ്സ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരുവിധം എല്ലാവരെയും സംബന്ധിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കാരണം നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മൊമെന്റിൽ തിരിച്ചറിയുന്നൊരു സമയമാണ്. അത് മിക്കവാറും ഈ 35+ ശേഷമായിരിക്കും സംഭവിക്കുക. കാരണം ഒന്നുകൊണ്ടുമല്ല, ഫിനാൻഷ്യലി ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ നേരിടുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് പലപ്പോഴും ഈ 35 വയസ്സിന് ശേഷമാണ്. അപ്പോഴേക്കും അവനൊരു ഫാമിലി ആയിട്ടുണ്ടാവും, ഒരു ഫാമിലിയെ നോക്കുന്നുണ്ടാവും, അവർ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നുണ്ടായിരിക്കും, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരുടെ ഒക്കെ പ്രതീക്ഷയുടെ ഭാരം ചുമക്കുന്നത് ഈ പറഞ്ഞ വ്യക്തിയായിരിക്കും. അതാണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് വേണ്ടിയായിരുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും സ്കൂൾ പഠനത്തിന് വേണ്ടി മാത്രം പഠിച്ച രീതിയിലാണ് എന്നൊക്കെ തോന്നും. പണം അല്ലെങ്കിൽ സമയം, ഇത് രണ്ടും സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ രണ്ടും ഉണ്ടാക്കാൻ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യവുമായി നമ്മൾ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരുപാട് പേരുടെ പ്രതീക്ഷയ്ക്ക് നമ്മളൊരു അത്താണിയായി തീരുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അവിടുന്ന് തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ ഇതുവരെയും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്തിനോ വേണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ചതോ ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ സ്വപ്നങ്ങൾ ഒക്കെ എവിടെയോ പോയിരിക്കുന്നു, എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനും ഒരു ജോലിക്ക് പോകേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. പക്ഷെ അതിന് മുൻപുള്ള ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ 35 വയസ്സിന് മുൻപുള്ള ആ വ്യക്തിക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളൊക്കെയും അവൻ എവിടെയോ സാച്ചുറേറ്റഡ് ആയി പോയിട്ടുണ്ടാവും. അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ അസൂയപ്പെടുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അച്ചീവ് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന് പലതും നേടിയെടുത്ത പല വ്യക്തികളെയും അവരുടെ അവസ്ഥയിൽ നിൽക്കാതെ നമ്മൾ നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളെ അളക്കുകയും അവരുമായി താരതമ്യം ചെയ്യുകയൊക്കെയാണ് ഉണ്ടാവുക. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം ഈസ് ഈക്വൽ ടു മണി. സമയം നഷ്ടപ്പെട്ടു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്ന സമയം നഷ്ടപ്പെട്ടു എന്നുള്ളത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ. അതിപ്പോൾ നമ്മുടെ ക്ലോസ് ഇന്നർ സർക്കിളുള്ള വ്യക്തികളാണെങ്കിൽ പോലും, ഭാര്യ, മക്കള്, അച്ഛനമ്മ, ഇവരൊക്കെ ആണെങ്കിൽ പോലും എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ സന്തോഷങ്ങൾ ബലികഴിപ്പിക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്. അത് വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നിട്ട് വേണം അങ്ങനെ അതിലേക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുക. കാരണം നോ പറയേണ്ടടുത്ത് പലപ്പോഴും നമുക്ക് നോ പറയാൻ കഴിയാതെ, ഞാൻ എന്തിനാണ് ഇതിൽ പോയിട്ട് ഇതിനു വേണ്ടി നിന്നിട്ട് എൻ്റെ സമയം കളഞ്ഞ് എൻ്റെ പണവും അധ്വാനവും നഷ്ടപ്പെടുത്തി ഇവർക്ക് വേണ്ടി നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് അറിയുമെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഇത്തരം കേസുകളിൽ നമുക്ക് ഒരു നോ പറഞ്ഞ് പെട്ടെന്ന് പിന്നോട്ട് പോരാൻ പറ്റില്ല. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ
കഴിയില്ല, അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ആണ് ഒരു തിരിച്ചറിവ്. കുടുംബമാണ് വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു ഘട്ടമുണ്ട്. കാരണം കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ കുടുംബമില്ല ഇല്ലെങ്കിൽ ആരുമില്ല എന്നുള്ളതും, കുടുംബം ഇല്ലെങ്കിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം തകർന്ന് വഴിയാധാരമായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ പോലും ആ കുടുംബമാണ് തൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്നതും, ആ കുടുംബമാണ് തൻ്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൽകുന്ന ഏരിയ എന്നുള്ളതും, ആ കുടുംബമാണ് തൻ്റെ കംഫർട്ട് സോൺ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ സമാധാനിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ ടെൻഷൻ ഫ്രീ ആവുകയും ചെയ്യുന്നത് ഇടം ഈ കുടുംബമാണ്, എൻ്റെ സ്വന്തം കുടുംബമാണ് എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രണ്ട്സ് സർക്കിള്. നമുക്ക് എത്രയോ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പലരും പലപ്പോഴും പല പല ആവശ്യങ്ങൾ മുഖേന പല പല സന്ദർഭങ്ങൾ മുഖേന നമ്മളിലേക്ക് എത്തിച്ചേർന്നാണ്. അവരവരുടെ ആവശ്യം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഇപ്പോഴും ദീർഘകാലം ബന്ധമൊന്നുമില്ലെങ്കിലും എന്നോ ഒരിക്കൽ പെട്ടെന്നൊരു ദിവസം വിളിച്ച് വളരെയധികം നമ്മളെ മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. 35 വയസ്സിന് ശേഷം പ്രധാനമായും സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രണ്ട് സർക്കിളിൻ്റെ ഏരിയ പലപ്പോഴും നമുക്ക് കുറഞ്ഞു വരുന്നതായി കാണാം. സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞ് നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ട്സിലേക്ക് നമ്മൾ തിരിയുന്നതായി ആണ് കാണാൻ കഴിയുക. ഇന്ന് മനസ്സിലാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബോധ്യമാണ് കടം. സ്വാതന്ത്ര്യം കവർന്നെടുക്കും, കടം കയറിയാൽ മുടിയും. കടം എന്നുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യം, മനസമാധാനം, ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. ഒരു 35 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവസരങ്ങൾ. കയ്യിൽ വരുന്ന അവസരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്ക, അല്ലെങ്കിൽ അവസരങ്ങൾ നല്ലൊരു അവസരമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവസരങ്ങൾ ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ലൈഫിൽ പിന്നിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. ഓരോരുത്തൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെയും നമ്മുടെ കരിയർ, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ സന്തോഷം, ഈവൻ ഫാമിലിയുടെ ഹാപ്പിനെസ് പോലും ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഐ ആം ദ ക്യാപ്റ്റൻ, ഐ ആം ദ ലീഡർ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൺവേർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നതാണ്. പലപ്പോഴും ഈ 35 വയസ്സിന് ശേഷമാണ് അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിച്ചുകൊണ്ട്. മുന്നിൽ വരുന്ന അവസരങ്ങൾ ഒരിക്കൽ പോലും പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അവ ഒരിക്കൽ പോലും തിരിച്ചു വരികയുമില്ല. നിങ്ങൾ ഒരു അവസരം അന്വേഷിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു ഇൻകം ആവശ്യപ്പെടുന്നൊരു വ്യക്തിയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായൊരു ഇൻകം സ്ട്രീം സൃഷ്ടിക്കേണ്ടത് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫ്രീ ഇ-ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഫ്രീ വെബിനാറുകളുണ്ട്. ആ വെബിനാറുകളിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യും. താങ്ക് യു.